അപർണ, കഴിഞ്ഞ തവണ അദ്ദേഹം ഈ പങ്കെടുക്കുന്ന, അതായത് അദ്ദേഹത്തെ കാണാനെത്തുന്ന, അഭിവാദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആളുകളുടെ ഒരു ആവേശം കണ്ടുകൊണ്ട് അദ്ദേഹം നടക്കാൻ വേണ്ടി തീരുമാനിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇത്തവണയും ഏതാണ്ട് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. നമ്മൾ ഈ പരിസരത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ നവമി അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ ക്യാമറകൾക്കടക്കം വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പല ഭാഗങ്ങളിലും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത സ്ഥലത്ത് മാത്രമായിരുന്നു ചില പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകുമെന്നുള്ള ടോം, നേരത്തെയും ഉണ്ടായിരുന്നു പ്രതിഷേധം, പോലീസ് ഇടപെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വരാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്? അപർണ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലതവണയായി KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് മുന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് മുൻപ് KSU പ്രവർത്തകർ ഗോ ബാക്ക് മോദി എന്നെഴുതി BJP പ്രവർത്തകർ ക്യാമ്പസിന് തൊട്ട് പുറത്ത് റോഡിന്റെ ഇരുവശത്ത് നിൽക്കുമ്പോഴാണ് BJP ക്യാമ്പസിനുള്ളിൽ ഗേറ്റിന് തൊട്ട് മുൻവശത്തായി പോസ്റ്ററുകൾ വെക്കുന്നത്. അത് പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കം ചെയ്യുന്നു. ഈ KSU പ്രവർത്തകർ, KSU യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി പ്രകോപനപരമായ പല നീക്കങ്ങളും പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു. അവർ ഗേറ്റ് തുറന്നുകൊണ്ട് ചില രീതിയിലുള്ള പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തുന്നു. ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് BJP